അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ, തുടങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ മാത്സ് എടുത്തിട്ട് കുറച്ച് നാളായി, എന്നാലും നമ്മൾ ഫ്രാക്ഷൻ്റെ അവസാനത്തെ പോർഷനാണ് നമ്മൾ എടുക്കുന്ന തുടങ്ങിയേക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ ഭിന്നസംഖ്യകളുടെ കൂട്ടുന്ന കാര്യം പറഞ്ഞു, കുറയ്ക്കുന്ന കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ബാക്കി ഹരണത്തിന്റെ കാര്യം പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞാണ് പോയത്. ഇനി നമ്മൾ പറയുന്നത് അതിന്റെ ചെറിയ ചെറിയ ടോപ്പിക് വൈസ് കുറച്ച് സിംപ്ലിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന് മുന്നേ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസത്തെ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തേ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അതേ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്തേ കിട്ടുമെന്ന. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡിവിഷനാണ്. ഡിവിഷന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ ഡിവിഷൻ ചെയ്യാറില്ല. ഡിവിഷന് പകരം നമ്മൾ ചെയ്യുന്നത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ് നമ്മൾ ചെയ്യാറ്. ഡിവിഷൻ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഡിവിഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ്. നമ്മൾ അഡീഷന്റെ കേസിലും സബ്സ്ട്രാക്ഷന്റെ കേസിലും പറഞ്ഞു, ഇങ്ങനെ നമ്പേഴ്സ് ഡയറക്ട്ലി കൂട്ടിയിട്ട് ബാക്കി ഇങ്ങനെ വരുന്ന ഈ നമ്പേഴ്സ് രണ്ടാമത് കൂട്ടിയാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതേസമയം മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും ഡിവിഷന്റെ കേസിലും ഇത് പോസിബിൾ അല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും നമുക്ക് ഡിവിഷന്റെ കേസിലും ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്നുകൂടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം 3 1/2 എന്ന് വെച്ചാൽ 5/2 ആണ്. 5/2 ഡിവൈഡഡ് ബൈ 7/4 അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. 5/2 ഇൻറ്റു 4/2 7/2 അല്ലേ? 1 into 4 4 4 plus 3 7 അല്ലേ? അല്ല, 3 1/4 ചെയ്യുമ്പോ 7/2 അല്ലേ കിട്ടണേ? 3 1/2 ആണ്. 1/2 സോറി. ഓക്കെ ശരിയാണ്. ഓക്കെ, 6 plus 1 7/2. ഓക്കെ ശരിയാണ്. 7/2 ഇതൊന്നും ക്യാൻസൽ ആക്കാം, 2 കിട്ടും. 7 ക്യാൻസൽ ആക്കും, ആൻസർ എത്ര കിട്ടും? ബി. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത കേസ് ഇതും കൂടെ ചെയ്തോ. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഒന്നുകൂടെ റിവിഷന് വേണ്ടി മാത്രം, ഓർത്തെടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നേ ഉള്ളൂ. 5 3/4 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 ഉത്തരം കിട്ടും, 1 ആൻസർ ആയിട്ട് കിട്ടും. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഒന്നുകൂടെ ചെയ്തു. ഫൈവ് 3/4 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 ഉത്തരം കിട്ടും. ഏതോ ഒരു സംഖ്യനെ 5 3/4 എക്സ്പാൻഡ് ചെയ്യണം. 5 3/4 5 into 4 20 20 plus 3 23/4 ഉത്തരം എത്ര കിട്ടുന്ന? 1 കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആൻസർ എത്ര? 4/20. നമ്മൾ എങ്ങനെ ചെയ്യുന്നത് ഓർക്കുന്നുണ്ടോ? നമ്മള് 23/4 അപ്പുറത്തോട്ട് വിടുവാണ്. അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഇത് ഡിവിഷൻ ആവും. x is equal to 1 divided by 23/4 എന്ന് വരും. ഡിവിഷൻ പറയുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഡിവിഷൻ എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 4/23 എന്ന് വരും. 1 into 4/23 means 4/23. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിനും ചെയ്താണ്, ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം 4 ആയാൽ ഭിന്നസംഖ്യ ഏത്? ഒരു ഭിന്നസംഖ്യയുടെ ഏതോ ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഭിന്നസംഖ്യ ഏത്? ഇത് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. x is equal to 4 divided by 1/8. ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 2 രീതി ചെയ്ത് അങ്ങനെ ചെയ്തോ. ഇങ്ങനെ വരുമ്പോൾ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 4 into 8/1 that means 32. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനെ വേണമെങ്കിൽ വേറെ രീതിയിലും ചെയ്യാം. അതുകൂടെ അത് പറഞ്ഞിട്ട് പോയേക്കാം. ഇതിനെ വേണമെങ്കിൽ വേറെ രീതിയിലും ചെയ്യാം. ആ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അല്ലാതെ വേറെ രീതിയിലും ചെയ്യാം. അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ x into 1/8 is equal to 4. ഈ ഒരു ഇതിന് പറഞ്ഞ പേരാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയേക്കുവാണ്. ഇക്വേഷൻ വെച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളിങ്ങനെ ചെയ്താൽ നമുക്ക് എളുപ്പം. ഇങ്ങനെ വരുമ്പോൾ x into 1/8 is equal to ആണ് 4. ഇങ്ങനെ വരുമ്പോൾ
ഈ താഴെ 8 ഡിവിഷൻ ആണ്, ശരിയാണല്ലോ. ഈ നമ്മൾ അങ്ങോട്ട് പോകുന്ന റൂൾ മാറ്റുവാണ്, ആ റൂൾ അല്ലാതെ വേറെ രീതി ചെയ്യാന്ന് പറയുന്നുള്ളൂ. ഇത് ഡിവൈഡഡ് ബൈ 8 ആണ്. ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടുന്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഡിവിഷൻ ഈക്വൽ ടുന്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അതായത് എക്സ് ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 4 എന്ന് പറയാൻ കിടപ്പുണ്ട്. ഈ 8നെ നമ്മൾ ഇങ്ങോട്ട് വിടാൻ പോവാണ്. 8നെ ഇങ്ങോട്ട് വിടുമ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 8 ആണ്. ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടുന്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 8 ആവും. ശരിയാണല്ലോ. ഇനി മിച്ചം നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഇൻറ്റു 1 കൂടെ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആണ് നമുക്കറിയാം. അപ്പൊ ഇൻറ്റു 1 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റുവിന് പകരം ഇവിടെ ഒരു 2, ഇതൊരു 1ന് പകരം ഒരു 2 ആയിരുന്നു വിചാരിച്ചു. 2/8 എന്ന് വിചാരിച്ചോ? അല്ല, വേണ്ട, 3/8 എന്ന് വിചാരിച്ചോ? അപ്പൊ എക്സ് ഇൻറ്റു 3/8 വേണ്ട, 2/8 എന്ന് വിചാരിച്ചു. 2/8 2 ആണെന്ന് വിചാരിച്ചോ? അപ്പൊ 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ 4 × 8 അവിടെ കിടപ്പുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. ഇനി വേണമെങ്കിൽ ഇതും ക്യാൻസൽ ആയിട്ട് നമുക്ക് ആൻസർ വേണമെങ്കിൽ 2 എന്നാവും. 2 × 8 60. ക്വസ്റ്റൻ അല്ല, വേറെ ക്വസ്റ്റൻ ആണ്, അത് മറന്ന പോലെ. ആൻസർ 60 എന്ന് കിട്ടും. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. മറ്റേ റൂൾ ഓർമ്മയില്ലെങ്കിൽ പ്യൂർ ആയിട്ട് നമ്മുടെ ക്വാഡ്രാറ്റിക് റൂൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ ഒരു സ്റ്റെപ്പ് വേണം നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. എക്സ് ഇൻറ്റു 1/8 ഈസ് ഈക്വൽ ടു 4 എന്ന് എടുക്കുവാണെങ്കിൽ 1/8 അപ്പുറത്തോട്ട് വേണം. 1/8 അപ്പുറത്തോട്ട് പോകുമ്പോൾ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 4 × 8/1 ആണ്. ഒറ്റയടിക്കും വേണമെങ്കിൽ ഓർത്തിരിക്കാം. എങ്ങനെ ഓർത്തിരുന്നാലും കുഴപ്പമില്ല, ഉത്തരം നമുക്ക് കിട്ടിയാൽ മതി. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? ഇനി ഭിന്നസംഖ്യകളുടെ കൃതി എന്ന് പറയുന്നത് ഈ ടോപ്പിക് വൈസ് പറയുന്നുണ്ട് മാത്രം. നമ്മളിങ്ങനെ ടോപ്പിക് വൈസ് പറയുന്നുള്ളൂ. ഇതെല്ലാം ഇതിനകത്ത് കയറി വരുന്നതാണ്. ഭിന്നസംഖ്യകളുടെ കൃതി എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പെട്ടെന്ന് മനസ്സിലാവും. സ്ക്വയർ, ക്യൂബ്, അതിന്റെ പവർ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ a/b the whole raised to x ആന്ന് വിചാരിച്ചോ. എക്സാമ്പിൾ 2/3 ഹോൾ സ്ക്വയർ എന്ന് വിചാരിച്ചോ. ഈ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ അല്ല, റൈസ് ടു എക്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു ഫോർമുല ആയിട്ട് പറയാൻ വേണ്ടി പറഞ്ഞാണ്. a/b the whole raised to x എന്ന് പറയുന്ന ഫോർമുല വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം a raised to x ഡിവൈഡഡ് ബൈ b raised to x എന്നാണ് അതിന്റെ മീനിങ്. ആ റേസ് ടു എക്സ് എയ്ക്കും ബാധകമാണ്, ബിക്കും ബാധകമാണ്. അതായത് ന്യൂമറേറ്ററിനും ബാധകമാണ്, ഡിനോമിനേറ്ററിനും ബാധകമാണ് ഒരേപോലെ. ഇങ്ങനെ സ്ക്വയർ വന്നാലോ ക്യൂബ് വന്നാലോ റേസ് ടു 4 വന്നാലോ പവർ എന്ത് വന്നാലും ആയിക്കോട്ടെ, എന്ത് പവർ വന്നാലും അത് ന്യൂമറേറ്ററിനും ബാധകമാണ്, ഡിനോമിനേറ്ററിനും ബാധകമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 2/3 the whole square എന്ന് വെച്ചാൽ നമ്മൾ വായിക്കുന്ന 2/3 the whole square എന്ന് വായിക്കാൻ കാരണം അത് 2നും 3ക്കും ബാധകമായതുകൊണ്ടാണ് ഹോൾ സ്ക്വയർ എന്ന് വായിക്കുന്നത്. ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടാൽ മാത്രമാണ് അങ്ങനെ പറയുള്ളൂ. 2/3 സ്ക്വയർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാ സ്ക്വയർ ഇടുന്നെങ്കിൽ അതിന്റെ അർത്ഥം 2ന് മാത്രമേ സ്ക്വയർ ഉള്ളൂ, 3ക്ക് സ്ക്വയർ ഇല്ല. ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുവാണെങ്കിൽ മാത്രമാണ് അതിനെ നമ്മൾ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അത് മാറിപ്പോലെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ബ്രാക്കറ്റ് ഇട്ടും ചോദിക്കാം. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 2നും സ്ക്വയർ ഉണ്ട്, 3ക്കും സ്ക്വയർ ഉണ്ട്. ബ്രാക്കറ്റ് ഇട്ടാൽ അതിന്റെ അർത്ഥം 2നും സ്ക്വയർ ഉണ്ട്, 3ക്കും സ്ക്വയർ ഉണ്ട്. അപ്പോൾ 2/3 the whole square എന്ന് വെച്ചാൽ 4/9 എന്നാണ് ആൻസർ. 2ന്റെ സ്ക്വയറും എടുക്കണം, 2 × 2 2 എന്ന് എടുക്കും, 3 × 3 9 എന്ന് എടുക്കും. 4/9 എന്നാണ് ആൻസർ വരുന്നത്. മനസ്സിലായോ? അതേസമയം 2/3 സ്ക്വയർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 2ന് മാത്രമേ സ്ക്വയർ ഉള്ളൂ, 4/3 എന്നാണ് അതിന്റെ അർത്ഥം, മീനിങ്. അതേസമയം ഇങ്ങനെയാണ് 2/3 സ്ക്വയർ എന്നാണെങ്കിൽ 3ക്ക് മാത്രമേ സ്ക്വയർ ഉള്ളൂ, 2/9 എന്നാണ് അതിന്റെ മീനിങ്. മൂന്നും ഡിഫറെന്റ് ആണ്. ആ വ്യത്യാസം മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ. മൂന്നും ഡിഫറെന്റ് ആണ്, വാല്യൂസ് മാറി മാറി പോകാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ ഇപ്പൊ പറഞ്ഞ കാര്യം? ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. a/b the whole raised to സാധാരണ x എന്ന് പറയാറില്ല, n എന്നാന്ന് വിചാരിച്ചോ. a/b the whole raised to n ആണെങ്കിൽ അതിന്റെ അർത്ഥം a raised to n ഡിവൈഡഡ് ബൈ b raised to n. എയ്ക്കും പവർ ഉണ്ട്, ബിക്കും പവർ ഉണ്ട്, ഒരേപോലെ തന്നെ ന്യൂമറേറ്ററിനും പവർ ഉണ്ട്, ഡിനോമിനേറ്ററിനും പവർ ഉണ്ട്. ഈ ബ്രാക്കറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ബ്രാക്കറ്റ് അത്യാവശ്യമാണ്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ ബ്രാക്കറ്റ് വേണ്ടെങ്കിൽ ആ ഒരു നമ്പറിന് മാത്രം, ന്യൂമറേറ്റർ ആണെന്നെങ്കിൽ ന്യൂമറേറ്റർ മാത്രം, ഡിനോമിനേറ്റർ ആണെങ്കിൽ ഡിനോമിനേറ്റർ മാത്രം, അത്ര എടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ എടുത്തിയാടി 1ന്റെ സ്ക്വയർ 1, 1ന്റെ സ്ക്വയർ 1 തന്നെ, 2ന്റെ സ്ക്വയർ 4 ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇത് തെറ്റാണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമായിരിക്കും? ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് സ്ക്വയർ എടുക്കാൻ പറ്റുള്ളൂ. സ്ക്വയർ ആണെങ്കിലും ക്യൂബ് ആണെങ്കിലും എന്തായാലും ആയിക്കോട്ടെ, നമുക്കൊരു
ചേഞ്ച് ചെയ്യുന്നത് ക്യൂബ് ആക്കാം. 1/2 the whole cube എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 1/2 3/2 the whole cube എന്നാണ് അതിന്റെ അർത്ഥം. ഹോൾ ക്യൂബ് ആണ്, ഹോൾ ക്യൂബ്. 3യുടെ ക്യൂബ് എത്രയാ? 3 × 3 × 3 27. വെരി ഗുഡ്. 2ന്റെ ക്യൂബ് എത്രയാ? 8. വെരി ഗുഡ്. ഇതായിരിക്കും അതിന്റെ ആൻസർ. അല്ലാതെ ഈ സംഖ്യകൾക്ക് മാത്രം എടുത്ത് ക്യൂബ് എടുത്ത് എഴുതരുത്. മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് മാത്രമാണ് നമ്മൾ സ്ക്വയർ ആണ് സ്ക്വയർ, ക്യൂബ് ആണ് ക്യൂബ്, റൈസ് ടു എന്തും ആയിക്കോട്ടെ എടുക്കാവുള്ളൂ. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി സ്ക്വയർ റൂട്ട് ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. സ്ക്വയർ റൂട്ട് ആണ് ഇതുപോലെ തന്നെയാണ്. ഇതിന്റെ അർത്ഥം രണ്ടിനും റൂട്ട് ഉണ്ട്. എയുടെ റൂട്ടും ഉണ്ട്, ബിയുടെ റൂട്ടും ഉണ്ട്. സ്ക്വയർ റൂട്ട് ഉണ്ട്. എക്കും റൂട്ട് ഉണ്ട്, ബിക്കും റൂട്ട് ഉണ്ട്. ന്യൂമറേറ്ററിനും റൂട്ട് ഉണ്ട്, ഡിനോമിനേറ്ററിനും റൂട്ട് ഉണ്ട്. രണ്ടിനും റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ 16/25 the whole square. ഹോൾ സ്ക്വയർ എന്ന് തന്നെ നമ്മൾ അതിനെ വായിക്കുന്നത്. ഇപ്പൊ ഇത്രയുണ്ട്. താഴെ വരെ 25ന്റെ താഴെ വരെ ഈ റൂട്ടിന്റെ സിമ്പിൾ വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ അർത്ഥം വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 16 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് സ്റ്റെപ്പായിട്ട് എഴുതാറുണ്ട്. പക്ഷെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. നമ്മൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യും. നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്: 16ന്റെ റൂട്ട് 4, 25ന്റെ റൂട്ട് 5, 4/5 ആണ് അതിന്റെ ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ പറഞ്ഞ അനുസരിച്ചുള്ള സ്ക്വയർ റൂട്ടും പഠിക്കണം, സ്ക്വയേഴ്സും പഠിക്കണം, മൾട്ടിപ്ലിക്കേഷന്റെ ഡിവിസിബിലിറ്റി റൂൾസ് പഠിപ്പിച്ചായിരുന്നു, അതും പഠിക്കണം. നമ്മുടെ ഫ്രാക്ഷൻ പെർസെന്റേജിന്റെ ടേബിൾ ഉണ്ട്, അതും പഠിക്കണം. എല്ലാം പഠിക്കാനുള്ളതാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് ഉത്തരം കണ്ടുപിടിക്കണം. എല്ലാവരും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാക്കിയിട്ട് ഉത്തരം കണ്ടുപിടിച്ച് 6 1/4 ഇംപ്രോപ്പർ 6 1/4 എന്ത് വരും? റൂട്ട് ഓഫ് 25/4 5/2. വെരി ഗുഡ്. 5/2 എന്ന് ഉത്തരം വരും. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ താഴെ വരെ എടുക്കണം. അതേസമയം ഇങ്ങനെ ചോദിക്കാറുണ്ട്: സ്ക്വയർ റൂട്ട് ഓഫ് 25/2 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 25ന് മാത്രം സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. 25ന് മാത്രം സ്ക്വയർ എടുക്കുമ്പോൾ 5/2 എന്ന് വരും. 25ന് മാത്രം റൂട്ട് എടുത്താൽ മതി. കാരണം ഈ റൂട്ട് താഴെ വരെ നീണ്ടു നിൽക്കത്തില്ല. ഈ ബൈയുടെ ചിഹ്നം, ഡിവൈഡഡ് ബൈയുടെ ചിഹ്നം കുറച്ച് നീണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വരുന്ന കേസിൽ 25ന് മാത്രം റൂട്ടുള്ളൂ, 2ന് റൂട്ട് ഇല്ല. ആ കാര്യം, ആ ഡിഫറൻറ്റ് നമ്മൾ മറന്നു പോകരുത്. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, സിംപ്ലിഫിക്കേഷൻ ഇതിന്റെ ഒരു പാർട്ടാണെന്ന് ഞാൻ പറഞ്ഞു. സിംപ്ലിഫിക്കേഷൻ വരുമ്പോഴും നമുക്ക് ഫ്രാക്ഷനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ബന്ധമില്ല. എന്നാൽ പോലും സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യന്റെ ബേസും ഈ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യയിൽ നിന്ന് വരാറുണ്ട്. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടുണ്ട്. അതനുസരിച്ച് വരുന്ന ക്വസ്റ്റ്യനും ഉണ്ട്. ഇത് സിംപ്ലിഫിക്കേഷൻ ആണ്. ഈ ഭിന്നസംഖ്യകളുടെ സിംപ്ലിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്ത് ഉത്തരം പറഞ്ഞാൽ പെട്ടെന്ന് വന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും, ചെയ്യാൻ പറ്റും. നോക്കി പെട്ടെന്ന് ചെയ്തേ. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ചുട്ടം ചെയ്തേ. ഇത് പ്ലസ് ആണ്. പ്ലസും മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 3 സിമ്പിൾ ശരിക്കും നമ്മൾ നോക്കണം. അറിയാതെ പ്ലസും മൈനസും ഇൻറ്റു എന്നൊക്കെ കുറച്ച് ചെയ്തു പോകരുത്. കറക്റ്റ് എന്താണോ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ശരിക്കും നോക്കിയിട്ടാണ് ചെയ്യാവുള്ളൂ. നമ്മുടെ മനസ്സിൽ ചിലപ്പം നമ്മുടെ മൈൻഡിൽ ഒരു ഇന്റൻഷൻ കാണും, ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടതെന്ന് അറച്ച് നമ്മൾ അറിയാതെ ചെയ്തു പോയാൽ ചിലപ്പോൾ നമ്മൾ മൈൻഡിലുള്ള ക്വസ്റ്റ്യൻ വേറെ ആയിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ വേറെ ആയിരിക്കും. മാറി മാറി പോകാൻ ചാൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തേ. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഓർക്കുന്നുണ്ടോ? നമ്മൾ ചെയ്ത് LCM മെത്തേഡ് വെച്ച് ചെയ്തേ. നമ്മൾ 2ാമത്തെ ക്ലാസ്സിലോ 3ാമത്തെ ക്ലാസ്സിലോ പറഞ്ഞതാണ്. ഇന്നുകൊണ്ട് നമ്മുടെ ഈ ഫ്രാക്ഷൻസ് ഓൾമോസ്റ്റ് തീരും. നമ്മൾ അടുത്ത ദിവസം തൊട്ട് പെർസെൻറ്റേജ് തുടങ്ങും. ഇതിന്റെ ഒരു എക്സാമ്പിൾ അല്ല എക്സാം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ, ഒരു 10-20 ക്വസ്റ്റ്യൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഒരു ദിവസം തന്നെ ഇട്ടേക്കാവേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇതിന്റെ LCM 16 ആണ്. കാരണം 2, 4, 8, 60 മൾട്ടിപ്പിൾസ് ആണ് 16ന്റെ. അപ്പൊ ഇവിടെ LCM എടുക്കണം, നമ്മൾ ഇൻറ്റു 2 എടുക്കണം. 8 × 2 ആണ് 60. താഴെ ചെയ്യുമ്പോൾ മുകളിലും ചെയ്യണം. ഇവിടെ 60 ആക്കണേ, മുകളിലും താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 60 ആക്കണേ, മുകളിലും താഴെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ഒരൊറ്റ സ്റ്റെപ്പ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എല്ലാത്തിന്റെ LCM 60 ആണ്. ഇവിടെ 1 × 8 8 വരും, പ്ലസ് 1 × 4 4 വരും, പ്ലസ് 1 × 2 2 വരും, പ്ലസ് 1 വരും. 8 × 4 12, 13, 15 15/16 വരും. ഓക്കെ അല്ലേ?
ഇത് സിംപ്ലിഫിക്കേഷന് വരാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെ വന്നാൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ? സിമ്പിൾ നോക്കണം. മൾട്ടിപ്ലിക്കേഷൻ ആണോ ഇവിടെ ചെയ്യേണ്ട, എന്താണ് ചെയ്യേണ്ടത് നോക്കണം. എന്ത് ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കണം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, ഡിവിഷൻ ആണെങ്കിൽ ഡിവിഷൻ ചെയ്യണം, പ്ലസ് ആണെങ്കിൽ പ്ലസ് ചെയ്യണം, മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യണം. ഈ 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യണം. ഇതിൽ ഏതാണ് ചെയ്യേണ്ടത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാം. ഉത്തരം ചെയ്യാം, പെട്ടെന്ന് ചെയ്തു. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പെട്ടെന്ന് ഉത്തരം കിട്ടും. വെരി ഗുഡ്. ഓക്കെ, നമ്മൾ ചെയ്യാനാണെങ്കിൽ 1 into 2 into 3 into 4 ചെയ്തു പോകേണ്ട ആവശ്യമില്ല. 24 സംതിങ് ഒരുപാട് ചെയ്യേണ്ടി പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ഇവിടെ സിംപ്ലിഫിക്കേഷൻ ആണ്. നമുക്ക് ചെറുതാക്കിയിട്ട് ചെയ്യാം. ചെറുതാക്കിയിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ മെത്തേഡ് പറയുന്നത്. ചെറുതാക്കിയിട്ട് നമുക്ക് അതിന്റെ ക്രിയകൾ കുറച്ചിട്ട് വേണം, ഓപ്പറേഷൻസ് കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. മൾട്ടിപ്ലിക്കേഷന്റെ കേസ് ആയതുകൊണ്ട് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെയുള്ള നമുക്ക് ക്യാൻസൽ ചെയ്ത് തരാം. മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും ഡിവിഷന്റെ കേസിലും മുകളിലും താഴെയുള്ള നമുക്ക് ഒരുപോലെ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് കളയാം. ഈ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് വരുമ്പോൾ നമുക്ക് ഈ വര ഒറ്റ വരയായിട്ട് കൂട്ടിയാലും തെറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരേപോലെയുള്ള ഈ 2ഉം ഈ 2ഉം ഞാൻ ക്യാൻസലായി, ഈ 3യും ഞാൻ ക്യാൻസലാക്കി, ഈ 4ഉം ഈ 4ഉം ഞാൻ ക്യാൻസലാക്കി. മിച്ചമുള്ള 1 ഡിവൈഡഡ് ബൈ 5. ഓക്കെ ആണോ? ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഇത് ചെയ്തു പോകണമെങ്കിൽ ഓപ്ഷൻസിൽ 1/5 ആൻസർ കാണുള്ളൂ. പക്ഷെ നമുക്ക് ചെയ്ത് കിട്ടുന്ന ആൻസർ 1 into 2 2 into 6 6 into 4 24 ഡിവൈഡഡ് ബൈ 5 into 4 20 20 60 120 ആൻസർ കിട്ടുള്ളൂ. ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 1/5 നമ്മൾ ആൻസർ എത്തുള്ളൂ. പക്ഷെ ഇതേ സമയം സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓപ്പറേഷൻസ് കുറയ്ക്കാം, സ്കെയിൽ കുറയ്ക്കാം. ജിഷയ്ക്ക് കിട്ടിയോ? കിട്ടിയില്ല ആൻസറാ? മനസ്സിലായില്ലേ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഫ്രാക്ഷന്റെ കേസിലല്ല ഇത് വരുന്നത്, സിംപ്ലിഫിക്കേഷന്റെ കേസിലാണ് ഇത് വരുന്നത്. പക്ഷെ ഫ്രാക്ഷനായിട്ട് ബന്ധമുണ്ട്. ചെയ്യാൻ പറ്റുമോ നോക്കിയോ? 1/10. 1/10. വെരി ഗുഡ്. ഓക്കെ, ഇത് ഒരുപാട് എക്സെട്ര ഒരുപാട് കാണും. ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ആ ലോജിക്ക് നമ്മുടെ മനസ്സിൽ വേണം. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ടാ. 1/2 ഉണ്ട്, ഒരു 2/3 ഉണ്ട്, ഒരു 3/4 ഉണ്ട്, ഒരു 4/5 ഉണ്ട്, ഇൻറ്റു എക്സെട്ര പോയിട്ടൊരു 9/10 ഉണ്ട്. ശരിയാണല്ലോ? ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ 2ഉം ക്യാൻസൽ ആവും, ഈ 3യും ക്യാൻസൽ ആവും, ഈ 4ഉം ക്യാൻസൽ ആവും, ഈ 5ഉം ഇവിടെ ഒരു 5 കാണാൻ ചാൻസ് ഉണ്ട്. അടുത്ത 5/6 വരുള്ളൂ. ആ 5ഉം ക്യാൻസൽ ആവും, 6ഉം ക്യാൻസൽ ആവും, 7ഉം ക്യാൻസൽ ആവും. പിന്നെ ഇവിടെ ഒരു 9 താഴെ കാണും എന്തായാലും. ആ 9ഉം ഈ 9ഉം ക്യാൻസൽ ആവും. പിന്നെ പോയിട്ട് എന്താ ഉള്ളത്? ഈ 1/10 ആണ് മിച്ചമുള്ളൂ. ഈ 1ഉം ഡിനോമിനേറ്ററിലെ 10ഉം മാത്രമേ മിച്ചമുള്ളൂ. നമ്മുടെ ഓപ്ഷൻ എത്രയായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ശരിയാണല്ലോ? ശരിയല്ലേ പറഞ്ഞത്? തെറ്റുണ്ടോ? അങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതാണ് പ്രോപ്പർ മെത്തേഡ്. പക്ഷെ ഒരു ഷോർട്ട് കട്ട് പറയാം. ഇങ്ങനെ വരുന്ന കേസിൽ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന കേസിൽ നമ്മൾ ഇത്രയും ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇത് ഇങ്ങനെ സെയിം ആയിരിക്കണം, ഇത് സെയിം ആയിരിക്കണം, ഇതും സെയിം ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം. അടുത്തത് ഇങ്ങനെ സെയിം ആണെങ്കിൽ, ഈ സെയിം പാറ്റേണിൽ സെയിം ആണെങ്കിൽ മാത്രമാണ് ഈ റൂൾ എടുക്കാൻ പറ്റുള്ളൂ, ഈ ഷോർട്ട് കട്ട് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെ വരുന്ന കേസിൽ ന്യൂമറേറ്ററിൽ ഇവിടുത്തെ ആദ്യത്തെ നമ്പറും ഡിനോമിനേറ്ററിൽ ഇവിടുത്തെ ലാസ്റ്റ് നമ്പറും എടുത്താൽ മതി. ആൻസർ 1/5 ആണ്. ഒറ്റ ക്രൈറ്റീരിയ ഉണ്ട്. ഇത് രണ്ടും സെയിം ആയിരിക്കണം, ഇത് രണ്ടും സെയിം ആയിരിക്കണം, ഇത് രണ്ടും സെയിം ആയിരിക്കണം. ഇങ്ങനെ വരുന്ന കേസിൽ മാത്രം ഇത് എടുക്കാവുള്ളൂ, അല്ല തെറ്റിപ്പോകും. ഒന്നുകൂടെ പറയാം. ഇങ്ങനെ ഒരേപോലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇങ്ങനെ ഒരേപോലെ വരുവാണെങ്കിൽ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരേപോലെ വരുവാണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പറിന്റെ ന്യൂമറേറ്ററും അവസാനത്തെ നമ്പറിന്റെ ഡിനോമിനേറ്ററും മാത്രം എടുത്താൽ മതി. ആദ്യത്തെ നമ്പറിന്റെ ന്യൂമറേറ്ററും അവസാനത്തെ നമ്പറിന്റെ ഡിനോമിനേറ്ററും മാത്രം എടുത്താൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസറിലേക്ക് വരാം.
വേറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ലോജിക്ക് ചിന്തിക്കണം, ഇവിടെ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കേസ് വരുമ്പോൾ കറക്റ്റ് ലോജിക്കൽ വരണം. ഇങ്ങനെ വരുമ്പോൾ ഈ ടൂവും ക്യാൻസൽ ആവും, ഈ ത്രീയും ക്യാൻസൽ ആവും, ഈ ഫോറും ക്യാൻസൽ ആവണം, ഈ 5 ഇവിടെ ഒരു 5 ക്യാൻസൽ ആവും, ഇവിടുത്തെ 9 ക്യാൻസൽ ആവും എന്നുള്ള ആ ഒരു ലോജിക്ക് നമ്മുടെ മനസ്സിൽ വേണം. അങ്ങനെ വരുമ്പോൾ ഈ ഫ്രാക്ഷന്റെ ഈ ആദ്യത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഈ അവസാനത്തെ നമ്പറിന്റെ ഡിനോമിനേറ്ററും മാത്രം എടുത്തെഴുതിയാൽ മതി. 1/10 ആൻസർ. ഓക്കെ ആണോ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഷോർട്ട് കട്ട് മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്, ഇടയ്ക്ക് എടുത്ത് നോക്കണം, എങ്കിലും നമ്മൾ ഓർക്കുള്ളൂ. ഇങ്ങനെ വരുന്ന കേസിൽ ഇത് നമുക്ക് ചെയ്തു പോകാം. ഇത് ചെയ്തു പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം ഈ 4 ക്യാൻസൽ ആവും, ഈ 3 ക്യാൻസൽ ആവും, ഈ 2 ക്യാൻസൽ ആവും, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാം. അതേ സമയം ഇവിടെ ഒരു എക്സെട്രാ കിടക്കുന്നതുകൊണ്ട് നമുക്ക് സംശയമാവും, ഇതൊക്കെ വെട്ടി പോവോ, അല്ലെങ്കിൽ ഇവിടെ ഒരു അടുത്തൊരു 5/6 ഉണ്ടോ, ഇവിടെ ഒരു 8/9 ഉണ്ടോ എന്നൊരു സംശയം നമുക്ക് വരും. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ വരുന്ന കേസിൽ ഡിനോമിനേറ്റർ, ഇവിടുത്തെ ഡിനോമിനേറ്ററും ഇവിടുത്തെ ന്യൂമറേറ്ററും, ആദ്യത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും അവസാനത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും എടുത്തെഴുതിയാൽ മതി. 1/10 ആൻസറായി. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതും സെയിം ആയിരിക്കണം, ഇത് സെയിം ആയിരിക്കണം, ഇത് സെയിം ആയിരിക്കണം, അങ്ങനെ സെയിം ക്രൈറ്റീരിയ വരുന്നുണ്ട് അവിടെ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ഇത് 2021 ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കേ ഉള്ളൂ. നമുക്ക് 20 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിലൊരു ചോദ്യം എന്നുള്ള രീതിയിൽ നമ്മളിത് കണക്കാക്കണം. അതില് 20-ൽ 1 വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ആ ഒരു ധാരണ നമുക്ക് വേണം. ഒരു ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ട് കണക്കാക്കരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും എല്ലാത്തിനും 1 മാർക്കാണ്. നമ്മൾ മറന്നു പോകരുത്. ചെയ്യാൻ പറ്റുമോ നോക്കിയേ ഈ ക്വസ്റ്റ്യൻ. ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു കാര്യം കൂടെ പറയാം. ഇങ്ങനെ ബ്രാക്കറ്റിന്റെ അകത്തൊന്നും ഇല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ അർത്ഥം ഇവിടെ നടക്കേണ്ട ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ബോട്ട് മാസ് അനുസരിച്ച് ആദ്യം ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ബ്രാക്കറ്റിന്റെ പുറത്തോട്ട് പോകാവുള്ളൂ. ആദ്യം ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം, അതിനുശേഷം അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യണം. ബോട്ട് മാസ് നമ്മൾ പഠിച്ചു ഓർക്കുന്നില്ലേ? ബോട്ട് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷന്, അഡീഷന്, സബ്സ്ട്രാക്ഷന്, ബോട്ട് മാസ്. അതനുസരിച്ച് ആദ്യം നമ്മൾ ബ്രാക്കറ്റിന്റെ അകത്ത് സോൾവ് ചെയ്യണം. ഇങ്ങനെ ഒരു നമ്പർ 2+3, ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് 5+6 എന്ന് വിചാരിച്ചോ. ഇങ്ങനെ വരുന്നെങ്കിൽ ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റ് 2+3 5 സോൾവ് ചെയ്യണം. ഇതിന്റെ അർത്ഥം അത് കഴിഞ്ഞ് ഈ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ 11 കിട്ടും. ഇതിന്റെ അർത്ഥം ഇവിടെ 1 കിട്ടില്ലല്ലോ, അതിന്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5 × 11 55 എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയോ. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 - 1/2 നമുക്കറിയാം 1/2 തന്നെയാണ്, ശരിയല്ലേ? ഇൻറ്റു 1 - 1/3. 1 - 1/3 എത്രയാ? ഞാനിവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മറന്നുപോയില്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറയാം. 1 × 3 3, 1 × 3 3, -1 × 1 1, /3 എത്ര കിട്ടും? 2/3. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2/3 ഇൻറ്റു 1 - 1/4. 1 - 1/4 എത്രയാ? 3/4, ശരിയല്ലേ? ഇൻറ്റു 1 - 1/5 4/5. എന്താ നമ്മളിപ്പോ ചെയ്ത സാധനം തന്നെയല്ലേ കിട്ടിയേക്കുന്ന? ഇപ്പൊ ചെയ്ത സാധനത്തിന്റെ സിംപ്ലിഫൈഡ് മോഡലാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വേറൊരു ഫോമിൽ ചോദിച്ചേക്കുന്നത്. രണ്ടും ഒരേ ക്വസ്റ്റ്യൻ ആണ്, ആൻസറും ഒന്ന് തന്നെയാണ്. ആൻസർ എത്രയാണ്? ഇതും ക്യാൻസലായി. ന്യൂമറേറ്ററിന്റെ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ എടുത്തെഴുതിയാൽ 1/5 ഉത്തരം കിട്ടും. 1/5 ഉത്തരം കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യം ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ടല്ലോ ഉത്തരത്തിൽ. അങ്ങനെ വരാൻ വഴിയുള്ളൂ. ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ, ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ആൻസറിൽ വരുന്ന ന്യൂമറേറ്റർ ആദ്യത്തെ ഫ്രാക്ഷൻ കണ്ടോ, 1/2. ഈ ഫ്രാക്ഷന്റെ ഡിഫറൻസ് എടുക്കുക.
ഈ ഫ്രാക്ഷന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ 2 - 1. ഈ ഫ്രാക്ഷൻ തമ്മിലുള്ള വ്യത്യാസം 1/2 വ്യത്യാസം 2 - 1. ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എടുത്ത് ഇതിന്റെയും ഡിനോമിനേറ്ററിൽ അങ്ങ് ഇടുക. 1/5 ഡിനോമിനേറ്റർ എത്രയാ? 5 തന്നെ. 2 - 1 2 - 1 1 താഴെ 5 തന്നെ. ആൻസർ എത്ര കിട്ടും? 1/5 ആണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാ വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ സംഖ്യയുടെ ഫ്രാക്ഷന്റെ ഡിഫറൻസ് മീൻസ് 1/2 ഡിഫറൻസ് 2 - 1 അവസാനത്തെ ഫ്രാക്ഷന്റെ അവസാനത്തെ ഡിനോമിനേറ്റർ അങ്ങ് എടുത്തെഴുതുക. അതായത് ആദ്യത്തെ ഫ്രാക്ഷന്റെ ഡിഫറൻസ് എടുത്തെഴുതുക, അവസാനത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ താഴെ എടുത്തെഴുതുക. ഒന്നുകൂടെ പറയാം. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഈ ഫ്രാക്ഷന്റെ ഡിഫറൻസും ഡിനോമിനേറ്റർ എന്ന് പറയുന്ന അവസാനത്തെ ഫ്രാക്ഷന്റെ അവസാനത്തെ സംഖ്യയുമായിരിക്കും. 1/5 ആൻസർ ആയിട്ട് വരും. ചെയ്ത് പോയില്ലേലും കുഴപ്പമില്ല, ആൻസർ ഇങ്ങനെ വരും. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഉത്തരം എടുക്കാം. പെട്ടെന്ന് ഉത്തരം പറഞ്ഞോ. പെട്ടെന്ന് ഉത്തരം പോട്ടെ. ഇത് മൈനസ് ആണോ പ്ലസ് ആണോ? ഇത് മൈനസ് ആണ്. ഓക്കെ, ചെയ്തു. വരൂ. ഓക്കെ, നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഈ 9 തന്നെയാണ്. നേരെ 9 എടുത്തെഴുതിയാൽ നമുക്ക് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഈ 1/2 ഡിഫറൻസ്. 1/2 ഡിഫറൻസ് വെച്ചാൽ 1 ഉം 2 ഉം തമ്മിലുള്ള ഡിഫറൻസ്. 1 വെച്ചാൽ 1 തന്നെയാണ്. ഉത്തരം എത്ര കിട്ടും? 1/9. 1/9 എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് സ്പ്ലിറ്റ് സെക്കൻഡ് നമുക്ക് ഉത്തരം കിട്ടും. പെട്ടപ്പെട്ട ഉത്തരം കിട്ടും. മനസ്സിലായില്ലേ? ഇങ്ങനെ വരുന്ന കേസിൽ ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ വരുന്ന കേസിൽ ഇങ്ങനെ ഒരു എക്സെട്രായും കൂടെ കിട്ടുവാണെങ്കിൽ ഒരു സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെ ഒരു എക്സെട്രായും കൂടെ ഒന്ന് പറയുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ 1/2 ഡിഫറൻസ് പറഞ്ഞാൽ 1 തന്നെയാണ്. ഈ ഫ്രാക്ഷന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഡിനോമിനേറ്റർ 1/9 എടുത്തെഴുതി ഉത്തരം കിട്ടി. അന്നേരം എടുത്ത് കുത്തുക. ഒരു 10 സെക്കൻഡ് മതി മാക്സിമം ഇതിന്റെ ഉത്തരം കിട്ടാൻ. അതേസമയം ചെയ്തു പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. നമ്മൾ മുമ്പേ പറഞ്ഞ സാധനം തന്നെയാണ്. 1/2 3/2 സോറി 1 - 1/2 എന്ന് പറയുമ്പോൾ 1/2 തന്നെ. 1/2 ഇൻറ്റു 2/3 ഇൻറ്റു എക്സെട്ര 8/9 ഈ സാധനം തന്നെയാണിത്. ഈ 1 ഉം 9 എടുത്ത് എഴുതിയാൽ മതി. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, കുറച്ച് വേറെ രീതി ചോദിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യന്റെ പ്ലസിന് പകരം മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യും? പ്ലസിന് പകരം മൈനസ് ആണെങ്കിൽ നമ്മളൊക്കെ ചെയ്ത് നോക്കാം. 1 + 1/2 എത്രയാ? 3/2 ഇൻറ്റു 1 + 1/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 + 1 × 3 3 plus 1 × 1 1 divided by 1 × 3 4/3 into 1 plus 1/4 5/4 into 6/5. ആൻസർ എത്ര കിട്ടും? എന്തെങ്കിലും ക്യാൻസൽ ആകാൻ പറ്റുമോ? ക്യാൻസൽ ആകാൻ പറ്റും. നേരെ തിരിച്ച് ക്യാൻസൽ ആവും. ഈ 3 ഉം 3 ഉം ക്യാൻസൽ ആവും. 4 ഉം 4 ഉം ക്യാൻസൽ ആവും. 5 ഉം 5 ഉം ക്യാൻസൽ ആവും. 6/2 ആൻസർ വരും. 6/2 is equal to 3. ഓക്കെ അല്ലേ? ഇങ്ങനെയും ചെയ്യാം. നമ്മളിപ്പോ പറഞ്ഞ അനുസരിച്ചുള്ള ഷോർട്ട് കട്ട് മെത്തേഡും ചെയ്യാം. ഒരു കാര്യം നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ ഈ 5 തന്നെ. ഡിനോമിനേറ്ററിന് മാറ്റമൊന്നുമില്ല. ഡിനോമിനേറ്റർ ആ ഫ്രാക്ഷന്റെ അവസാനത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ എടുക്കുക. അതാണ് ഡിനോമിനേറ്റർ. ആ ഫ്രാക്ഷന്റെ അവസാന സംഖ്യയുടെ ഡിനോമിനേറ്റർ അങ്ങ് എടുത്തെഴുതുക. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ കേസിൽ എന്താണ്? ഈ കേസിൽ എന്താണ്? 1/2 അല്ലേ? നമുക്ക് ഉത്തരം എത്ര കിട്ടിയ? നമ്മൾ തെറ്റിപ്പോയല്ലോ. ഒരു സെക്കൻഡ്, ഒന്നുകൂടെ നോക്കാം. ആൻസർ എത്ര കിട്ടിയ? ഒന്നുകൂടെ നോക്കിയേ. ആൻസർ നമുക്ക് 3 ആണ് കിട്ടിയതോ? ഒരു സെക്കൻഡ്.
1/2 3/2 plus 3/2 into 4/3 into okay 5/4 into 6/5 ശരിയല്ലേ? ക്യാൻസലായി 6/2 is equal to 3 എന്ന് ആൻസർ കിട്ടി. ശരിയല്ലേ? ഓക്കെ ഒരു സെക്കൻഡ്. ഓക്കെ അതിന് ഷോർട്ട് കട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ ഓക്കെ ഷോർട്ട് കട്ട് എടുക്കുമ്പോൾ ഈ കേസിലെ ഷോർട്ട് കട്ട് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ 1/5 ഉണ്ടല്ലോ, ലാസ്റ്റ് ഡിജിറ്റ് 1/5 ഉണ്ട്, അതവിടെ ഉണ്ട്. ഈ സംഖ്യയുടെ ഈ 1/2ന്റെ 2 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നു. നേരെ തിരിച്ച് മുമ്പേ പറഞ്ഞിട്ട് നേരെ തിരിച്ച് നമ്മൾ മുമ്പേ എടുത്തത് ആദ്യത്തെ കേസിലെടുത്തത് അവസാന സംഖ്യയുടെ ഡിനോമിനേറ്റർ നമ്മുടെ ആൻസറിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നു. ആദ്യത്തെ സംഖ്യയുടെ ഡിഫറൻസ് എടുക്കുന്നു, മൈനസ് ആയതുകൊണ്ട് ഡിഫറൻസ്. ഇത് നേരെ തിരിച്ചു വരും. ഇത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ആദ്യത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ ആയിട്ട് വരും. അവസാന സംഖ്യയുടെ ഫ്രാക്ഷന്റെ കൂട്ടുന്ന ആയതുകൊണ്ട് ഇതിന്റെ സം എടുക്കുക. ഇതിന്റെ സം എന്ന് പറയുമ്പോൾ 1ന്റെയും 5ന്റെയും സം എത്രയാണ്? 6. 1 + 5 is equal to 6. 6/2 is equal to 3 എന്ന് ഉത്തരം കിട്ടും. ഒന്നുകൂടെ പറയാം. മുമ്പത്തെ കേസും ഈ കേസും വേർതിരിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. മുമ്പത്തെ കേസ് ഞാൻ പറഞ്ഞു. മുമ്പത്തെ കേസ് ഒന്നുകൂടെ പറയണ്ടല്ലോ, ഒന്നുകൂടെ പറയാം. അവസാന സംഖ്യയുടെ അവസാന ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആൻസറിന്റെ ഫ്രാക്ഷൻ ആയിട്ട് വരും. ആദ്യത്തെ സംഖ്യയുടെ ഫ്രാക്ഷന്റെ ഡിഫറൻസ് 1നും 2നും ഡിഫറൻസ് 1 ആണ്. അതേസമയം പ്ലസ് ആണ് വരുന്നതെങ്കിൽ ഈ മൈനസിന് പകരം പ്ലസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഇതേപോലെ തന്നെ അവസാന ഡിനോമിനേറ്റർ ഉണ്ട്, ആദ്യത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരും. അവസാന ഫ്രാക്ഷന്റെ 1/5ന്റെ സം എടുക്കുന്നു. 1/5ന്റെ സം എത്രയാണ്? 1 + 5 6. 6/2 is equal to 3. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ഇത് പ്ലസ് ആണെന്ന് വിചാരിച്ചോ, നമ്മളിപ്പോ ചെയ്തല്ലേ പ്ലസ് ആണ്. ഓക്കെ എന്താ ചെയ്യേണ്ടത്? അവസാന സംഖ്യയുടെ ഡിനോമിനേറ്റർ 2 ആയിട്ട് എടുത്തെഴുതി 1/9ന്റെ സം എന്ന് പറയുമ്പോൾ 10/2 10/2 is equal to 2. 10/2 is equal to 5. 5 ഉത്തരവായിട്ട് കിട്ടും. സിമ്പിൾ ടെക്നിക് അല്ലേ? ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. സിംപ്ലിഫിക്കേഷന്റെ കേസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട റൂൾസ് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരേപോലെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒന്നിടവിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ സംഖ്യയുടെ ന്യൂമറേറ്റർ അതേപടി എടുത്തെഴുതുക, അവസാന സംഖ്യയുടെ ഡിനോമിനേറ്റർ എഴുതുക. ആൻസർ നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ. അതേസമയം ഇതുപോലെ പ്ലസും ഡിഫറൻസും വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നെഗറ്റീവ് മൈനസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവസാന സംഖ്യയുടെ ഡിനോമിനേറ്റർ എടുത്ത് അതേപടി എടുത്തെഴുതുക. ആദ്യത്തെ ഫ്രാക്ഷന്റെ ഡിഫറൻസ് എടുത്തെഴുതുക. മൈനസ് ആണെങ്കിൽ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ ആദ്യത്തെ ഡിനോമിനേറ്ററിന്റെ ഡിഫറൻസ് എടുത്തെഴുതുക ന്യൂമറേറ്റർ ആയിട്ട്. അവസാനത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എടുത്തെഴുതുക. ഇത്രേ ഉള്ളൂ. പ്ലസ് ആണെങ്കിൽ നേരെ തിരിച്ച് ആദ്യത്തെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ ആയിട്ട് തന്നെ വരും. അവസാനത്തെ ഫ്രാക്ഷന്റെ ഡിഫറൻസ് എല്ലാം സം എടുത്തെഴുതുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ചെയ്യാൻ പറ്റുമോ നോക്കി. വേണ്ട, ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ചെയ്തു. ലോജിക്കലി വേണേൽ ഉത്തരം കിട്ടും, എങ്ങനെ വേണേലും ഉത്തരം ഇടാം. ഉത്തരം കണ്ടുപിടിച്ച് ചെയ്തു. നമ്മൾ ഇത്രയും ഫ്രാക്ഷൻ പഠിച്ചെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
ഏത് സംഖ്യയുടെ ഇരട്ടി എടുക്കുമ്പോഴാണ് 64ന്റെ 1/4 കിട്ടുക? ഏത് സംഖ്യ ഇരട്ടിക്കുമ്പോഴാണ് 64ന്റെ 1/4 കിട്ടുക? 64ന്റെ 4/1 കിട്ടുക? ഏത് സംഖ്യ ഇരട്ടിക്കുമ്പോഴാണ്? നമ്മൾ കറക്റ്റ് ആ ഒരു വേർഡിങ്ങിൽ കറക്റ്റ് മീനിങ് നോക്കി ചെയ്യണം, നമുക്ക് ഉത്തരം കിട്ടും. ഏത് സംഖ്യ ഇരട്ടിക്കുമ്പോഴാണ് 64ന്റെ 4/1 കിട്ടുന്നത്? വെരി ഗുഡ്. ഏതോ ഒരു സംഖ്യ ഉണ്ട്. ഏതൊരു സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ഒന്നും ഇടേണ്ട ആവശ്യം പോലും ഇല്ല. ഇവിടെ എക്സ് ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് എക്സ് ഇടേണ്ട ആവശ്യമില്ല, അത്രയും കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. ഏതോ ഒരു സംഖ്യ ഇരട്ടിക്കുമ്പോൾ 64ന്റെ 1/4 കിട്ടും. 64ന്റെ 1/4 നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. 1/4 ഇൻറ്റു 64. അവിടെ ചെയ്യേണ്ടത് 1/4 ഇൻറ്റു 64 ആണ്. 64ന്റെ 1/4 എന്ന് പറയുമ്പോൾ ഭാഗമാണ്. ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 64 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 64 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 16. ഒന്നുകൂടെ നോക്കിയേ, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഞാൻ 4 ഇൻറ്റു 4 കൂട്ടെ 8ന്റെ ഇരട്ടി എടുക്കുമ്പോൾ 16 തന്നെ കിട്ടില്ല. ഓക്കെ, അപ്പം 64ന്റെ 1/4 എന്ന് പറയുമ്പോൾ 16 കിട്ടും. ശരിയല്ലേ? ഇത്രയും. ഏത് സംഖ്യ ഇരട്ടിക്കുമ്പോഴാണ് ഈ 16 കിട്ടുന്നത്? ഏത് സംഖ്യ ഇരട്ടിക്കുമ്പോഴാണ്? 2 ഇരട്ടിക്കുമ്പോൾ 4 കിട്ടുള്ളൂ. 4 ഇരട്ടിക്കുമ്പോൾ 8 കിട്ടുള്ളൂ. 8 ഇരട്ടിക്കുമ്പോൾ മാത്രമാണ്. ഇരട്ടിക്കുന്ന പറഞ്ഞാൽ ഡബിൾ, 2 ടൈംസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞനുസരിച്ച് ഡബിൾ അല്ലെങ്കിൽ 2 ടൈംസ്. 8ന്റെ 2 ടൈംസ് ആണ് 16. അപ്പോൾ ഓപ്ഷൻ എത്രയാണ്? സി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കി. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യകളുടെ ഗുണനഫലവും തുല്യം. അവയിൽ ഒരു സംഖ്യ 5 ആയാൽ അടുത്ത സംഖ്യ ഏത്? രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ, ഏതോ രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോൾ ഒരു ഉത്തരം കിട്ടും. ആ സംഖ്യകളുടെ ഗുണനഫലം, രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യകളുടെ ഗുണനഫലവും തുല്യം. അതായത് ഏതോ രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരവും ആ സംഖ്യയുടെ ഗുണനഫലം ഒന്ന് തന്നെയാണ്. സോറി, രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ, ഏതോ രണ്ട് സംഖ്യ ഉണ്ട്, ആ സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ കിട്ടിയ ഉത്തരവും ആ സംഖ്യയുടെ ഗുണനഫലം ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതാണ് ചോദിച്ചേക്കുന്നത്? ഞാൻ കണ്ടുപിടിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏതോ രണ്ട് സംഖ്യ എന്ന് വിചാരിച്ചോ, 2ഉം 3 എന്ന് വിചാരിച്ചോ, 2ഉം 3 എന്ന് വിചാരിച്ചോ. അത് നമുക്ക് കിട്ടത്തില്ല. ആ രണ്ട് സംഖ്യ ഗുണിക്കുമ്പോൾ വേണ്ട, വേറെ എക്സാമ്പിൾ എടുക്കാം. ഒരു എക്സും വൈയും കിട്ടും. ഏതോ ഒരു സംഖ്യ എക്സും വൈയും ഗുണിച്ചു. രണ്ട് സംഖ്യ ഉണ്ട്, എക്സും വൈ എന്ന് വിചാരിച്ചു. ആ സംഖ്യയിൽ ഗുണനഫലം ഉണ്ട്. ഗുണിച്ചപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടി വിചാരിച്ചു, ഏതൊരു ഉത്തരം വിചാരിച്ചു. ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുകയും ചെയ്യണം. ആ രണ്ട് സംഖ്യ കുറയ്ക്കുമ്പോഴും കിട്ടുമ്പോൾ ഉത്തരം എങ്ങനെയായിരിക്കണം? രണ്ടിന്റെ ഉത്തരം എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ വരുന്ന സംഖ്യ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏതോ രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടണം, ആ രണ്ട് സംഖ്യകൾ കുറയ്ക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടണം. ആ രണ്ട് സംഖ്യയും ഒരേപോലെ ആവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അതിൽ ഒരു സംഖ്യ 5 പറഞ്ഞിട്ടുണ്ട്, ഒരു സംഖ്യ 5 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യ നമുക്ക് x ആയിട്ട് എടുക്കാം, ഒരു സംഖ്യ x5 ആയിട്ട് എടുക്കാം. കാരണം ഒരു സംഖ്യ 5 പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് സംഖ്യകൾ കുറയ്ക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. ആദ്യം നമുക്ക് കുറയ്ക്കാം. ആ രണ്ട് സംഖ്യകൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവും രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവും ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈക്വൽ ടു ഇടാലോ. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ നമ്മൾ കുറച്ചു, ലഭിച്ച തുകയും ആ സംഖ്യകൾ തന്നെ ഗുണിച്ചപ്പോൾ കിട്ടുന്ന സംഖ്യയും ഒന്ന് തന്നെയാണെന്നാ പറഞ്ഞത്. ഒന്ന് തന്നെയാണ്, നമുക്ക് ഈക്വൽ ടു ഇട്ട് വിടാം. ഇതൊന്ന് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇതെങ്ങനെ സോൾവ് ചെയ്യും? സോൾവ് ചെയ്യാൻ 5 × x 5x ആണ്. അപ്പൊ 5 - x = 5x എന്ന് എഴുതാം. 5x എന്ന് എഴുതാം. ഈ മൈനസ് എക്സിനെ എനിക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. മൈനസ് എക്സ് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് എക്സ് ആവും. അതായത് 5 =
എക്സിനെ അപ്പുറത്തോട്ട് വിടുവാണ്. 5x അതേപടി കിടപ്പുണ്ട്. എക്സ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എക്സ് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഈക്വൽ ടു ഇപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ് ആവും. 5 ഈസ് ഈക്വൽ ടു 5 എക്സിന്റെ കൂടെ ഒരു എക്സിനോടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6x ആവും. 5 എക്സിന്റെ കൂടെ ഒരു എക്സിനോടെ കൂട്ടിയാൽ, അതായത് 5 പേനയുടെ കൂടെ ഒരു പേനയുടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 6 പേന കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 5 എക്സിന്റെ കൂടെ ഒരു എക്സും കൂടെ കൂട്ടി എത്ര കിട്ടും? 6x കിട്ടും. അപ്പം 5 ഈസ് ഈക്വൽ ടു 6x. നമുക്ക് കാണുന്ന എക്സിന്റെ വാല്യൂ ആണ്. ഇതിനെ ഞാൻ തിരിച്ചൊന്ന് എഴുതുവാണ്. 6x ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി എക്സ് കാണണമെങ്കിൽ 6നെ അപ്പുറത്തോട്ട് വിടണം. 6 ഇൻറ്റു എക്സ് ആണ് 6x. മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 5/6 എന്ന് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 5/6 എന്ന് കിട്ടും. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ചോദ്യം ആദ്യം മനസ്സിലാക്കണം. ചോദ്യം ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചോദ്യം ആദ്യം മനസ്സിലാക്കണം. ചോദ്യം എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ഏതോ രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരവും ആ രണ്ട് സംഖ്യകളെ കുറച്ചപ്പോൾ കിട്ടിയ ഉത്തരവ് ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതിലൊരു സംഖ്യ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതോ രണ്ട് സംഖ്യകൾ കുറച്ചപ്പോൾ കിട്ടിയ ഉത്തരവും ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരവ് ഒന്ന് തന്നെയാണ്. അതിലൊരു സംഖ്യ 5 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന ആ ഒരു സംഖ്യയാണ് നമ്മൾ 5 ആയിട്ട് എടുത്തു. രണ്ടാമത്തെ സംഖ്യയാണ് നമ്മൾ x ആയിട്ട് എടുത്തു. അപ്പൊ 5 - x ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 5 ഇൻറ്റു എക്സ് 5 ഇൻറ്റു എക്സ് 5x ആണ്. മറന്നു പോകരുത്, 5x ആണ്. 5 ഇൻറ്റു എക്സ് 5x ആണ്. ഈക്വൽ ടു 5 - x. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണം പറയാം. ഞാൻ ഉദാഹരണം പറയാം, എന്നിട്ട് നമുക്ക് പോകാം. ഉദാഹരണം കേട്ടോ. 2p + p എത്രയാണ് എന്ന് പറഞ്ഞ എല്ലാവരും. സോറി, 2p + 3p എത്രയാണെന്ന് പറഞ്ഞേ. 2p + 5p ആണ്. ശരിയാണല്ലോ. 3p - 2p എത്രയാണ്? 1p. 2p - 1p. വെരി ഗുഡ്. ഇതൊരു പേനയാണെന്ന് ഓർക്കുക. 2 പേന പ്ലസ് 3 പേന. 2 പേന പ്ലസ് 3 പേന എത്രയാണ്? 5 പേനയാണ്. 3 പേനയിൽ നിന്ന് 2 പേന കുറച്ചാൽ 1 പേനയാണ്. ഓക്കെ ആണല്ലോ? ശരിയല്ലേ പറഞ്ഞതാ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയാം. 4 പേന പ്ലസ് 5 ബുക്ക് എത്ര? ഉത്തരം പറഞ്ഞേ. ചെയ്യാൻ പറ്റുമോ? ഇതാ ഇല്ല. ചെയ്യാൻ പറ്റില്ല. ഉത്തരം ഇത് തന്നെയാണ് ഉത്തരം. കാരണം ഇത് വേരിയബിൾസ് വ്യത്യാസമുണ്ട്. ഈ പിക്കും ബിക്കൊക്കെ പറയുന്ന പേരാണ്, എക്സും വൈക്കൊക്കെ പറയുന്ന പേരാണ് വേരിയബിൾ. ഈ ഒരേപോലെയുള്ള വേരിയബിൾ ആണ് നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും പറ്റുള്ളൂ. ഒരേപോലെയുള്ള വേരിയബിൾസ് ആണ് കുറയ്ക്കാനും കൂട്ടാനും പറ്റുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം. ഗുണിക്കാൻ നമുക്ക് പറ്റും, പക്ഷെ കുറയ്ക്കാനും കൂട്ടാനും ഒരേപോലെയുള്ള വേരിയബിൾസേ പറ്റുള്ളൂ. അത് ഞാൻ പറയാൻ കാരണം ആവശ്യമുണ്ട്, അതിനുവേണ്ടി പറഞ്ഞുള്ളൂ. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 5 - x. ഇത് നമുക്ക് കുറയ്ക്കാനും പറ്റത്തില്ല, കൂട്ടാനും പറ്റത്തില്ല. കാരണം 5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, x എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതേപടി ഇടാനേ പറ്റുള്ളൂ. അതേസമയം 5 ഇൻറ്റു എക്സ് നമുക്ക് 5x എന്ന് എഴുതാൻ പറ്റും. 5 ഇൻറ്റു എക്സ് 5x എന്ന് എഴുതാൻ പറ്റും. അതേസമയം 5 + x എന്നുള്ളത് 5 + x എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. x ഇൻറ്റു എക്സ് എത്രയാ? x ഇൻറ്റു എക്സ് x സ്ക്വയർ ആണ്. x + x എത്രയാ? 2x. വെരി ഗുഡ്. ഇത് മാറി പോകരുത്. x ഇൻറ്റു എക്സ് ആണ് x സ്ക്വയർ. x + x 2x ആണ്. രണ്ട് മാറി പോകരുത്. ഇത് ഒരു പേന പ്ലസ് വേറൊരു പേന 2 പേന. ഇത് പക്ഷെ വ്യത്യാസമുണ്ട്. ആ ഒരു മീനിങ് നമുക്ക് ഇതിനെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ അല്ലേ? അത്ര ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. 5 ഇൻറ്റു എക്സ് 5x ആണ്. അത് മറന്നു പോകരുത്. 5 ഇൻറ്റു എക്സ് 5x. 5 - x അതേപടി എഴുതാനേ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് എക്സിന്റെ വാല്യൂ ആണ്. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എക്സിനെ എല്ലാം ഒരേ സ്ഥലത്തേക്ക് മാറ്റണം. അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ -5x ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാവുന്നതാണ്. -x ഈക്വൽ ടു ഇപ്പുറത്തോട്ട് പോകുമ്പോൾ സൈൻ നേരെ മാറും, മൈനസ് പ്ലസ് ആവും. അതായത് 5 അവിടെ ഉണ്ട്, 5x അവിടെ ഉണ്ട്, -x അപ്പുറത്തോട്ട് പോകുമ്പോൾ +x ആവും. 5x + x 5 പേന പ്ലസ് 1 പേന 6 പേന അല്ലെങ്കിൽ 6x എന്നാവും. 5 ഈസ് ഈക്വൽ ടു 6x.
5 ഈസ് ഈക്വൽ ടു 6x. നമുക്ക് കാണാൻ ഒരു സുഖത്തിന് ഞാൻ തിരിച്ചെഴുതുവാണ്. 6x ഈസ് ഈക്വൽ ടു 5 തിരിച്ചെഴുതാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നമില്ല, അങ്ങനെ എഴുതാം. അത് കഴിഞ്ഞ് നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ പോവാണ്. എക്സ് കണ്ടുപിടിക്കാൻ നേരത്ത് 6 ഇൻറ്റു എക്സ് ആണ് 6x. അപ്പൊ 6 ഇൻറ്റു അപ്പുറത്തോട്ട് നമ്മൾ ഡിവിഷൻ ആവും 5/6 എന്ന് വരും. എക്സ് ഈസ് ഈക്വൽ ടു 5/6 എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? 5/6. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയിക്കാനുള്ളൊരു സംഭവം ഉണ്ട്. എന്നിട്ടും സംശയമൊന്നുമില്ല. ഒരു സംശയം ഉണ്ടല്ലോ ഇതിനകത്ത്. എനിക്കൊരു സംശയമുണ്ട്. എനിക്കൊരു സംശയം ഉണ്ടല്ലോ. നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന? ഏതോ രണ്ട് സംഖ്യകൾ ഗുണിച്ചപ്പോൾ ഓക്കെ, കുറയ്ക്കുക ഗുണിക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. ഗുണിക്കുക ഓക്കെ, 5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാലും എക്സ് ഇൻറ്റു 5 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ? 5x തന്നെയാണ്. കുഴപ്പമില്ല, ഓക്കെ ആണ്. അതായത് 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാലും 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ആൻസർ 10 തന്നെയാണ്. പക്ഷേ 5 മൈനസ് എക്സ് എന്ന് പറഞ്ഞാലോ, എക്സ് മൈനസ് 5 എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണോ? ഒന്ന് തന്നെയാണോ? അപ്പൊ ഇത് എക്സ് മൈനസ് 5 ആകാനൊരു ചാൻസ് ഇല്ലേ? തിരിച്ചും വേണേ ആവാമല്ലേ? ഇവിടെ 5 ആണോ വലുത്, എക്സ് ആണോ വലുത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ഓപ്ഷനില് 5/6 ഇല്ലെങ്കിൽ, ഓപ്ഷനിൽ 5/6 ഇല്ലെങ്കിൽ നമ്മൾ എക്സ് മൈനസ് 5 കൂടെ ചെയ്തു നോക്കണം. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ ഓക്കെ ആണ്, അല്ലെങ്കിൽ അസോസിയേറ്റീവ് ലോ ഒക്കെ ഓക്കെ ആണ്. അങ്ങനെ കുറച്ച് ലോ ഉണ്ട്, നമുക്ക് പിന്നെ പറയാം. അതായത് 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാലും 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതേസമയം 5 മൈനസ് 2, ഒരു സെക്കൻഡ്, 5 മൈനസ് 2 2 മൈനസ് 5 ഒന്ന് തന്നെയല്ല. ഒരു സെക്കൻഡ്, കോള് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. 5 മൈനസ് 2 2 മൈനസ് 5 ഒന്ന് തന്നെയല്ല. ഇത് നമുക്കറിയാം 3 ആണ്, ഇത് നമുക്കറിയാം -3 ആണ്. വാല്യൂസിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചും ചെയ്ത് നോക്കണം. ഓപ്ഷനിൽ 5/6 ഇല്ലെങ്കിൽ തിരിച്ചു ചെയ്യുമ്പോൾ എന്ത് വരും? ഇതേപോലെ തന്നെ. കേൾക്കാലോ പറയുന്നത്? കേൾക്കാമല്ലേ? തിരിച്ചും ഇങ്ങനെ തന്നെയാണ്. എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 5x. എക്സുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം. അതുകൊണ്ട് ഞാൻ ഈ എക്സിനെ ഇപ്പുറത്തോട്ട് വിടുകയാണ്. അപ്പൊ -5 അവിടെ കിടപ്പുണ്ട്. 5x, എക്സ് അപ്പുറത്തോട്ട് പോകുമ്പോൾ -x ആവും. -5 ഇവിടെ കിടപ്പുണ്ട്. ഇത് +x ആണ്. +x അങ്ങോട്ട് പോകുമ്പോൾ -x ആവും. -5 ഈക്വൽ ടു 5x മൈനസ് 5 പേനയിൽ നിന്ന് ഒരു പേന പോയാൽ 4 പേന. നമുക്ക് ഇങ്ങനെ വരും 4x ഈസ് ഈക്വൽ ടു -5. ഞാൻ തിരിച്ചെഴുതുന്നുള്ള കാണാൻ ഒരു രസത്തിന്. 4x ഈസ് ഈക്വൽ ടു -5, x ഈസ് ഈക്വൽ ടു -5/4. ഇതും ആവാം, ഇങ്ങനെയും ആകാൻ ചാൻസ് ഉണ്ട്. രണ്ടുത്തരം ഇവിടെ വരാം. രണ്ടുത്തരം വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ ഓപ്ഷൻ ചോദിക്കും. ഇങ്ങനെ ഇപ്പൊ ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ PSC എക്സാമിന് ഒന്നെന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ -5/4 വരും. -5/4 വരും. രണ്ടെന്ന് പറയുന്നൊരു ഓപ്ഷനിൽ 5 നമുക്ക് മുമ്പ് കിട്ടിയ എത്രയാ? എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയ? 5/6. രണ്ടെന്ന് പറഞ്ഞ 5/6 ഉത്തരം വരും. മൂന്നെന്ന് പറഞ്ഞ 5/4 ഉത്തരം തരും. 4 പറഞ്ഞ -5/6 ഉത്തരം തരും. എന്നിട്ട് ഓപ്ഷൻ എ ഇങ്ങനെയാണ് 1, ഓപ്ഷൻ ബി ഇങ്ങനെയായിരിക്കും 2, ഓപ്ഷൻ സി ഇങ്ങനെയായിരിക്കും 1 and 2, ഓപ്ഷൻ ഡി ഇങ്ങനെയായിരിക്കും 3 and 4. ഇതിലേത് നിങ്ങൾ കുത്തും? ഏത് ആൻസർ കുത്തും? ഓപ്ഷൻ സി ആയിരിക്കും. നമ്മൾ ഇത് പറയാൻ ഞാൻ കാരണം വേറെ ഒന്നുമല്ല. നമ്മൾ ഉത്തരം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെയ്തെങ്കിൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? 5/6 കിട്ടും. ശരിയല്ലേ? നമ്മൾ ആദ്യം ചെയ്തനുസരിച്ച് നമുക്ക് എന്ത് ഉത്തരം കിട്ടും? 5/6 കിട്ടൂല്ലേ? അപ്പൊ നിങ്ങൾ ഏത് ഓപ്ഷൻ കുത്തും? ഓപ്ഷൻ ബി കുത്തും. ശരിയല്ലേ? രണ്ടാമത് ചെയ്തനുസരിച്ചാണ് നമുക്ക് ഓപ്ഷൻ 1 കിട്ടും. അപ്പൊ നിങ്ങൾ ഏത് ഉത്തരം കുത്തും? ഓപ്ഷൻ എ കുത്തും. അപ്പോ എയും ബിയും കുത്തിയാലും ശരിയാവും ഉത്തരാവും. ആൻസർ ഏതായിരിക്കും? നമ്മുടെ ആൻസർ ഏതായിരിക്കും?
ഓപ്ഷൻ സി ആയിരിക്കും. മറന്നുപോകല്ലേ, നമ്മൾ ഒന്നാമത് ചെയ്തനുസരിച്ചാണ് നമുക്ക് 5/6 ഉത്തരം കിട്ടും, രണ്ടാമത് ചെയ്തനുസരിച്ചാണ് -5/4 കിട്ടും. പക്ഷെ ഇത് രണ്ടും കറക്റ്റ് ആണ്. ഇതേപോലെ ഓപ്ഷൻ എങ്കിൽ കുഴപ്പമില്ല, നമ്മൾ 5/6 കുത്തും. ഇനി 5/6 ഇല്ല, 5/6 ഇല്ല, അതിന് പകരം ഇവിടെ -4/6 ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഓക്കെ ആണ്. 5/6 ഇല്ല, അതിന് പകരം -5/4 ആണെ പോലും കുഴപ്പമില്ല. 4 ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് മാറി മാറി പോകത്തില്ല. അതേസമയം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ PSCയുടെ സ്വഭാവം അനുസരിച്ച് അവർ ഓപ്ഷൻസ് ഇടുന്നത്. നമുക്കറിയാൻ പറ്റില്ല, GK ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഇങ്ങനെയല്ല ഓപ്ഷൻസ് വരുന്നല്ല. ഇങ്ങനെ ഓപ്ഷൻസ് വരുമ്പോൾ ഇതിന്റെ ഉത്തരം ആൻസർ സി ആണ്, മാറിപ്പോകും, മറന്നു പോകരുത്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 5 - x എന്നും എടുക്കാം, 5 - x is equal to 5x എന്നും എടുക്കാം, x - 5 is equal to 5x എന്ന് എടുക്കാം. രണ്ടും പോസിബിലിറ്റി ആണ്, രണ്ടും നമുക്ക് കറക്റ്റ് ഇക്വേഷൻ ആണ്, കറക്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ ആണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ 5 ആണോ വലുത്, രണ്ടാമത്തെ സംഖ്യയാണോ വലുത് അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ച ഉത്തരം ഉണ്ട്, ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ അല്ല ചോദിച്ച മുകളത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ മൈനസിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശരിക്കും നോക്കിയിട്ട് അതിൽ ഒന്നിലധികം പോസിബിലിറ്റീസ് വരാൻ ചാൻസ് ഉണ്ടോ എന്നും കൂടെ നോക്കിയിട്ടാണ് ചെയ്യാവുള്ളൂ. ഇന്നലെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ദിവസം തൊട്ട് നമ്മൾ ഇതിന്റെ ഒരു എക്സാം പോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടേക്കാം. ഇന്നിടുന്നില്ല, നാളെ ഇടൂടെ. അതിനുശേഷം നമുക്ക് പെർസെൻറ്റേജ് നമ്മൾ പഠിച്ചു തുടങ്ങുവാണ്. പെർസെൻറ്റേജ് പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ഫ്രാക്ഷന്റെ ആദ്യത്തെ ദിവസം പഠിപ്പിച്ച പെർസെൻറ്റേജ് ടേബിൾ പഠിക്കണം. പെർസെൻറ്റേജ് ടേബിൾ പഠിക്കാതെ നമുക്ക് പെർസെൻറ്റേജ് കിടക്കാൻ പറ്റത്തില്ല. മൾട്ടിപ്ലിക്കേഷൻ റൂൾസ് പഠിക്കണം. ഇതെല്ലാം ഒന്ന് പഠിച്ച് റിവിഷൻ ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ?